നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നല്ലൊരു ദിവസം ഏവർക്കും ആശംസിക്കുകയാണ്. വാർത്തകളിലേക്ക് സ്വാഗതം. യുദ്ധം സമാധാനത്തിലേക്ക് വഴിമാറിയതോടെ ട്രംപ് വീണ്ടും കടുപ്പിക്കുന്നു. ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും 25% തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 1 ഡസൻ രാജ്യങ്ങൾക്ക് ഇത് സംബന്ധിച്ച് കത്തുകൾ കൈമാറുമെന്നും ട്രംപ് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് പുതിയ താരിഫ് പ്രഖ്യാപനം. ഓഗസ്റ്റ് 1 മുതൽ ജപ്പാനിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് US പ്രസിഡന്റ് പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത്. ഓരോ രാജ്യത്തെ നേതാക്കൾക്ക് അയച്ച കത്തുകളുടെ പകർപ്പുകളും ട്രംപ് പോസ്റ്റ് ചെയ്തു. US പ്രസിഡന്റിൽ നിന്ന് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന താരിഫ് കത്തുകൾ വൈകാതെ ഇന്ത്യക്കും കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൂട്ടൽ. ഇന്ത്യയും USഉം തമ്മിൽ ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള വിശദമായ ചർച്ചകൾ തുടരുകയാണ്. ജൂലൈ 9 അവസാനിക്കുന്ന അവസാന തീയതിക്ക് മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ അന്തിമമായേക്കും. ഇതിനുശേഷം ഇന്ത്യയുടെ മേലുള്ള 26% താരിഫ് 16% വരാനിരിക്കുന്നതും 10% നിലവിലുള്ളതും പ്രാബല്യത്തിൽ വരുമെന്നാണ് കരുതുന്നത്. അതേസമയം മധ്യ ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 78ആയി. 41 പേരെ കാണാതായി. മരണസംഖ്യ ഉയരാനിടയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. വീണ്ടും പ്രളയമുണ്ടാകാമെന്ന മുന്നറിയിപ്പുണ്ട്. മരിച്ചവരിൽ 28 പേർ കുട്ടികൾ. ഗ്വാഡാലൂപ്പ് നദിക്കരയിലെ പ്രസിദ്ധമായ ക്യാമ്പ് മിസ്റ്റിക്കിൽ ഉണ്ടായിരുന്ന 10 പെൺകുട്ടികളെ ഇനിയും കണ്ടെത്താനുണ്ട്. നദി ഒഴുകിയ വഴിയെ വിദൂര പ്രദേശങ്ങളും തിരച്ചിൽ നടക്കുന്നു. 850 പേരെ രക്ഷപ്പെടുത്തി. മിന്നൽ പ്രളയമുണ്ടായ സമയത്ത് 700 പെൺകുട്ടികളാണ് ക്യാമ്പ് മിസ്റ്റിക്കിൽ ഉണ്ടായിരുന്നത്. ക്യാമ്പിലെ ക്യാബിനുകൾക്കുള്ളിൽ 6 അടി പൊക്കത്തിൽ വെള്ളം വന്ന് നിറയുകയായിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനായി ഒട്ടേറെ പേർ നദിക്കരയിലെ താമസയിടങ്ങളിൽ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ മഴ ഇത്രയും കനക്കുമെന്നും മിന്നൽ പ്രളയമുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നില്ലെന്ന് ടെക്സസ് ഹിൽ കൺട്രി മേഖലയുള്ള കെർ കൗണ്ടിയിലെ അധികൃതർ പറഞ്ഞു. ദുരന്തം ഏറ്റവും അധികം ബാധിച്ചത് ഈ കൗണ്ടിയെയാണ്. നാഷണൽ വെതർ സർവീസിന്റെ കാലഹരണപ്പെട്ട പ്രവചന രീതികൾ പരിഷ്കരിക്കുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം പറഞ്ഞു. കെർ കൗണ്ടിയിലേത് വലിയ തോതിലുള്ള ദുരന്തമായി പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കി. അതേസമയം നമുക്കിനി ഇസ്രായേൽ US ബന്ധത്തിലേക്ക് പോകാം. US മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതിയിൽ ചർച്ച തുടരവേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ US സന്ദർശനം തുടങ്ങി. വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസയും ഇറാനും വിഷയമാകും. വെടിനിർത്തൽ ശുപാർശയിൽ ഗാസയിൽ ശേഷിക്കുന്ന ബന്ദികളെ ഘട്ടം ഘട്ടമായി കൈമാറാനാണ് വ്യവസ്ഥ. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യവും ഇതേ സമയം ഭാഗികമായി പിന്മാറും. വെടിനിർത്തൽ കാലയളവിലാണ് സ്ഥിരം വെടിനിർത്തലിനുള്ള ചർച്ചകൾ നടത്തുക. കൈറോയിലും ദോഹയിലുമായി തുടരുന്ന മധ്യസ്ഥ ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നാണ് സൂചന. അതിനിടെ ഇന്നലെ പുലർച്ചെ ഹൂതികളെ ലക്ഷ്യമിട്ട് യമനിലെ 3 തുറമുഖങ്ങളിൽ ഇസ്രായേൽ ബോംബിട്ടു. ഹദൈദ, അതുപോലെ തന്നെ റാസിസ, സാലിഫ് എന്നിവിടങ്ങളാണ് ആക്രമണമുണ്ടായത്. തിരിച്ചടിയായി ഇസ്രായേലിലേക്ക് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും ആർക്കും പരിക്കില്ല. ഞായറാഴ്ച ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ചരക്ക് കപ്പലിന് തീപിടിച്ചിരുന്നു. ജീവനക്കാരെ രക്ഷപ്പെടുത്തി. അതേസമയം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാന്റെ ഒരു നിർണായക വെളിപ്പെടുത്തൽ. തന്നെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലാണ് ഇറാൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്. ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ ബോംബ് എറിഞ്ഞ് വധിക്കാനായിരുന്നു ശ്രമമെന്നും US മാധ്യമ പ്രവർത്തകൻ ടക്കർ കാൾസറുമായി നടത്തിയ ഇന്റർവ്യൂവിൽ പെസസ്കിയാൻ വെളിപ്പെടുത്തി. എന്നാൽ എന്നാണ് വധശ്രമം നടന്നത് എന്നതിനെപ്പറ്റി മസൂദ് പറയുന്നില്ല. ഇസ്രായേലും ഇറാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷകാലത്താണോ, അതിനുശേഷമാണോ, അതിനു മുന്നേയാണോ വധശ്രമം നടന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അവർ തന്നെ വധിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവർ പരാജയപ്പെട്ടു. വധശ്രമത്തിന് പിന്നിൽ അമേരിക്കയല്ലായിരുന്നു, ഇസ്രായേലായിരുന്നു. ഞാനൊരു യോഗത്തിലായിരുന്നു. യോഗം നടക്കാനെത്തുന്ന സ്ഥലത്ത് അവർ ബോംബ് ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ. പരസ്പര വിശ്വാസം പുനഃസ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ US-മായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിൽ ഇറാൻ ഒരു പ്രശ്നവുമില്ലെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. ചർച്ചകൾ പുനരാരംഭിക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ നിബന്ധന വേണം. US-നെ എങ്ങനെ വീണ്ടും വിശ്വസിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. ആഗോള രാഷ്ട്രീയ വിദഗ്ധരുടെ എല്ലാ ശ്രദ്ധയും ചൈനയിലേക്കാണ്. 12 വർഷമായി ചൈന ഭരിക്കുന്ന മാവോ സെതുങ്ങിന് ശേഷമുണ്ടായ ഏറ്റവും കരുത്തുറ്റ നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷി ജിൻപിങ് വിരമിക്കലിന്റെ പടിവാതിൽക്കലാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകമൊന്നടങ്കം ചോദിക്കുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലെ അധികാരങ്ങൾ പ്രത്യേക പ്രതിനിധികൾക്ക് നൽകാൻ ഷിയുടെ നേതൃത്വത്തിലുള്ള പൊളിറ്റ് ബ്യൂറോ കൈക്കൊണ്ട നീക്കമാണ് അഭ്യൂഹങ്ങൾ ശക്തമാക്കുന്നത്. ചൈനയുടെ ഷി കാലത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു നീക്കം. ഒന്നുകിൽ പടിപടിയായുള്ള അധികാര വികേന്ദ്രീകരണം, അല്ലെങ്കിൽ വിരമിക്കുന്നതിന് മുന്നോടിയായുള്ള നടപടി എന്നിങ്ങനെയാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ബ്രസീലിൽ കഴിഞ്ഞ ദിവസവും
ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്ന് ഒഴിവാകാനുള്ള ഷിയുടെ തീരുമാനവും സംശയത്തിനിട നൽകിയിരിക്കുകയാണ്. മെയ് മുതൽ ഷി ജിൻപിങ് പൊതുദൃഷ്ടിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയുടെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കാനാണ് പുതിയ അധികാര വിഭജന നടപടി എന്നാണ് വിശദീകരണം. കുറച്ചേറെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും മറ്റുള്ളവരെ ഏൽപ്പിച്ച് കൂടുതൽ വലിയ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഷിയുടെ ശ്രമമെന്ന് മറ്റു ചിലർ വിലയിരുത്തുന്നു. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം നടത്തിയ നികുതി പരിഷ്കാരങ്ങളും തീരുവ യുദ്ധവും US-ലേക്കുള്ള ചൈനീസ് കയറ്റുമതിയെ ബാധിച്ചിരുന്നു. ചൈനയുടെ സാമ്പത്തിക രംഗം ഇപ്പോൾ പ്രശ്നഭരിതവുമാണ്. കോവിഡ് സമയത്ത് ഷിയുടെ പരിക്കൻ നയങ്ങളും ഇതിന് കാരണമായിട്ടുണ്ട്. ഇതിന്റെ പഴി ഷി ഇപ്പോൾ ചുമക്കുകയാണ്. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലച്ചോറും ഹൃദയവും ഇതുവരെ ഷി തന്നെയാണ്. പാർട്ടി, ഭരണകൂടം, സൈന്യം എന്നീ 3 ശക്തി കേന്ദ്രങ്ങളും ഷിയുടെ അപ്രബാധിത്വമാണ്. ഷി വരുന്നതിന് മുൻപ് ചൈനീസ് പ്രസിഡന്റുമാർ 5 വർഷം വീതമുള്ള 2 ടേമുകൾ കഴിഞ്ഞാൽ വിരമിക്കണമെന്ന് നിർബന്ധമായിരുന്നു. എന്നാൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഷി അത് മാറ്റി. ആജീവനാന്ത പ്രസിഡന്റ് എന്ന വിശേഷണം അതിനുശേഷം ഷിക്ക് കിട്ടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.